ഹലോ. അപ്പോൾ വിഷുവൊക്കെ ആവാനായി ഞങ്ങൾ ഇപ്രാവശ്യം നേരത്തെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും ദേവുട്ടി ഏട്ടനും കൂടിയിട്ടാണ് കുന്നംകുളം കേരളയിലേക്കാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ എടുക്കണത് എന്താ വെച്ചാൽ ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് നടത്താൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരേ കളറിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അടിക്കാൻ കൊടുക്കാനുള്ള കാരണമാണ് നേരത്തെ എടുത്തത്. അപ്പോൾ വീട്ടിൽ വന്ന് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് കൂറ്റനാട് ഒരു ടൈലർ ഷോപ്പിലാട്ടോ കൊടുത്തത്. അപ്പോൾ അടിക്കാൻ അളവും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളിത് മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടായിട്ട് നമ്മളൊരു ഷെയ്ക്ക് കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഷെയ്ക്കും അതുപോലെ കട്ട്ലേറ്റൊക്കെ കൂടി കഴിക്കായിരുന്നു. ഏട്ടാ ആ നേരം കൊണ്ട് ചിക്കൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസമായി ദേവുട്ടി ഇങ്ങനെ ചിക്കൻ വാങ്ങായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി പച്ചക്കറിയും ഉണക്കമീനും ഒക്കെ ആയിട്ടാട്ടോ നമ്മളുടെ ഓരോ ദിവസവും. അപ്പം ദേവുട്ടിക്ക് ഭയങ്കര ഇറച്ചി വാങ്ങുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇറച്ചി വാങ്ങിയപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ഇറച്ചി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ചിക്കനൊക്കെ ഇനി കഴുകി വൃത്തിയാക്കി നമ്മൾ പരിപാടികൾ വേഗം നോക്കണം. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി അരി കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നെയ്ച്ചോറും അതുപോലെ ചിക്കൻ മറ്റേ റോസ്റ്റ് പോലെ റെഡിയാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇതുപോലെ റോസ്റ്റ് പോലെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറ് അവിടെ നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സംഭവം കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ച് പോയിട്ടോ. കാരണം കട്ട കുത്തിയ പോലെ തോന്നി. പക്ഷേ തണുത്ത് വന്നപ്പോൾ ഒക്കെ സെറ്റായിട്ടോ. അപ്പോൾ പിള്ളേർക്ക് വിശന്നിട്ട് വയ്യ പറഞ്ഞപ്പോൾ അവർക്ക് നേരത്തെ കൊടുക്കാൻ വേണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഹാളിൽ കൊടുന്ന് വെച്ചിരിക്കാം കേട്ടോ. ഒന്ന് ചൂടാറട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ പിള്ളേർക്കൊക്കെ കൊടുത്ത് അവരൊക്കെ കിടത്തി ഉറക്കിയതിന് ശേഷം ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.